നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മാറ്റവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ടൂർസ് ആൻഡ് ട്രാവൽ സെഗ്മെൻറ്റിൽ ഒരു ചരിത്രം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മോഡലിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കാണുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും വണ്ടി ഓടിക്കുന്നവർക്കും വെക്കട ഇതിനു മേളിലൊരെണ്ണം എന്ന് ധൈര്യത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. യെസ്, ടാറ്റയുടെ മാർക്കോപോളോ ബോഡി വരുന്ന സ്റ്റാർ ബസ് പ്രൈം 24 സീറ്റ് AC നോൺ പുഷ് ബാക്ക് മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ടാറ്റയുടെ ഒരു ക്രോം കളറിൽ ഒരു പഞ്ചിങ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിയാനോ ബ്ലാക്കിലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്രോം കളർ പഞ്ചിങ് ലോഗോ കാണാൻ സാധിക്കും. ഇവിടെ മാർക്കോപോളോ ബോഡിയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ഥിരം ആസ് യൂഷ്വൽ ടാറ്റയുടെ വാഹനങ്ങളിലെല്ലാം വരുന്ന പോലെ തന്നെ ഹണികോം ഡിസൈനിൽ വരുന്ന ഒരു ഗ്രില്ലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നോക്കുമ്പോഴത്തേക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നല്ല വിസിബിലിറ്റിയും പിന്നെ അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് നമുക്ക് ടാറ്റ ഇവിടെ ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഡുവൽ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. പിന്നെ സുഹൃത്തുക്കളെ, ടാറ്റ സ്റ്റാർ ബസ് പ്രൈമിന്റെ വശങ്ങളിലേക്കുള്ള സ്പെക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർക്ക് ക്യാബിനിൽ അകത്തേക്ക് കയറാനുള്ള 2 ഫുഡ് സ്റ്റെപ്പ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ 17.5 റേഡിയൽ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 7.2 മീറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 2.3 മീറ്റർ ആണ്. 3600 mm വീൽ ബേസിലാണ് ഈ വാഹനം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഡെഫിനറ്റ് ടാങ്ക് കാണാൻ സാധിക്കും. ഇതിനകത്താണ് ഡെഫ് ടാങ്ക് വരുന്നത്. നമുക്ക് ഡെഫിനറ്റ് ടാങ്ക് ഏകദേശം 18 ലിറ്ററോളമാണ് ഡെഫ് ടാങ്ക് വരുന്നത്. ഫ്യൂൽ ലിറ്റർ വന്നിട്ട് ഫ്യൂവലിന്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 120 ലിറ്ററുമാണ് ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നോർമൽ വരുന്ന പോലെ തന്നെ സ്ലൈഡിംഗ് വിൻഡോ ആണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു റെയിലും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് എമർജൻസി എക്സിറ്റ് വരുന്നത്. എമർജൻസി എക്സിറ്റിന്റെ താഴെ ചെറിയൊരു ഫുഡ് സ്റ്റെപ്പും വരുന്നുണ്ട്. ചെറിയ ഇൻഡിക്കേറ്റർ, ഒരു റിഫ്ലക്ടറും വരുന്നുണ്ട്. ഈ വാഹനത്തിന്റെ പിറകു വശത്തേക്ക് വരുമ്പോൾ നല്ല എന്താ പറയുക, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക് വ്യൂ ആണ് ഈ വാഹനത്തിനുള്ളത്. നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റൈൽ പോലെ തന്നെ നമുക്ക് 3 ലൈറ്റ്സ് ആയിട്ട് വരുന്ന ഒരു ടെയിൽ ഗേറ്റ് യൂണിറ്റ് ആണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. തൊട്ട് മുകളിലായിട്ട് ബ്രേക്ക് ലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ താഴെ ഇൻഡിക്കേറ്റർ, തൊട്ട് താഴെയായിട്ട് റിവേഴ്സ് ലാമ്പ് അടങ്ങിയ ഒരു സെറ്റാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് മേളിൽ തന്നെ തൊട്ട് ടോപ്പിൽ തന്നെ നമുക്ക് ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബാക്ക് ലൈറ്റ് കാണാൻ സാധിക്കും, ബ്രേക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാക്ക് ഗ്ലാസ് ആണ് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഈ ബസ്സിന്റെ എതിർവശത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടാറ്റ സ്റ്റാർ ബസ് പ്രൈം എന്നുള്ള ഒരു പ്രിന്റിംഗ് കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് നമുക്ക് ബാറ്ററി വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഡോർ കാണാൻ സാധിക്കും. ആസ് യൂഷ്വൽ എയർ ഡോർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എമർജൻസിക്കായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാറ്ററി കട്ട് ഓഫ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹസാർഡിന്റെ സ്വിച്ച്, ഡോർ ഓപ്പൺ ആൻഡ് ക്ലോസ്, പിന്നെ അതുപോലെ തന്നെ ഡോർ റീസെറ്റിന്റെ സ്വിച്ചും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ വാഹനം ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇത് തന്നെ നമുക്ക് ഡെഫിന്റെ കാണാൻ സാധിക്കും. ഡെഫിന്റെ അളവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഡ്യുവൽ എയർ ടാങ്ക് ഉണ്ട്, അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഓഡോമീറ്റർ, പിന്നെ അതുപോലെ എത്ര കിലോമീറ്റർ ഓടി, എത്ര നമുക്ക് മൈലേജ് കിട്ടും, പിന്നെ ഏത് ഗിയറിലാണ്, ഏത് മോഡിലാണ് എന്നുള്ള ഒരു നമുക്കൊരു അവയർനെസ് കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ടൈം അറിയാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് നമുക്ക് താഴെയും കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്വിച്ചുകൾ കാണാൻ സാധിക്കും. ഇത് രണ്ടും മോഡുകളാണ്, ലൈറ്റ് മോഡും ഹെവി മോഡും. പിന്നെ താഴെ നമുക്ക് മെക്കാനിക്കൽ
സാധിക്കും. പിന്നെ ഇത് ബ്ലോവറിൻ്റെ തന്നെ ഡ്രൈവറിന് ഇവിടെ ഒരു ബ്ലോവർ ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു ക്ലൈമറ്റിൽ. നമുക്കിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റിൻ്റെ അകത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രി നൈറ്റ് വ്യൂ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ലൈറ്റിൽ. പിന്നെ നമുക്ക് ഇവിടെ എ സിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വാലിയോ SP ഹീറോസ് എന്ന് പറഞ്ഞ മോഡൽ AC ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് പിന്നെ ഇവിടെ ഒരു ഡോർ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. അതായത് ഫ്രണ്ട് ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ എമർജൻസി ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് സ്റ്റിയറിംഗ് നോക്കുമ്പോഴത്തേക്കും വളരെ സൂപ്പർ ആയിട്ടുള്ള, അതായത് നല്ല ഇന്റർനാഷണൽ ലുക്കുള്ള ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടിൽറ്റ് ആൻഡ് പവർ ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുകൂടാതെ തന്നെ എയർ ബ്രേക്കും എയർ ക്ലച്ചും ആണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. എയർ സസ്പെൻഡഡ് സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി സീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഈ വാഹനത്തിന്റെ പാസഞ്ചർ സൈഡ് വരുമ്പോഴത്തേക്കും പാരാബോളിക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജെർക്കിങ് വളരെ കുറവായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ്സ് വളരെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സീറ്റ്സ്. അതായത് ഈ ഒരു താഴെ നമ്മളൊരു ലോങ് യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ താഴെ നമുക്കൊരു USB പോർട്ട് ചാർജിങ് കാര്യങ്ങളൊക്കെ ഡുവൽ USB പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു AC വെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ്സ് ഓൺ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ബെർത്ത് വന്നിട്ട് അത്യാവശ്യം ലക്ഷൂറിയസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബെർത്താണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ക്ലോത്ത് ഇതിൽ ഒട്ടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു പക്ഷെ നല്ലൊരു ലക്ഷറി ലുക്കിലാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ സീറ്റിന് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ബുക്സോ പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഇവിടെ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ കാണാൻ സാധിക്കും. ഒരു ബോട്ടിൽ നമുക്ക് അത്യാവശ്യം യാത്രയ്ക്ക് പോകുമ്പോൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ബോട്ടിലൊക്കെ ഇവിടെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് കോ ഡ്രൈവറിന്റെ സീറ്റ് ഈ വശത്തായിട്ട് കാണാൻ സാധിക്കും. നമുക്കത് റിമൂവ് ചെയ്തിട്ട് അവിടെ ബെഞ്ച് സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ടൂൾ ബോക്സ് പ്ലസ് ബെഞ്ച് സീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ല സ്പേസ്. വാഹനത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ സൈഡിലായിട്ട് നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇരിക്കുമ്പോൾ തന്നെ അടിപൊളി, നല്ല രീതിയിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ രണ്ട് ഗ്രാബ് ഹാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പേപ്പർ, ബുക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ AC വെന്റ്സ് വന്നിട്ട് എന്താ പറയുക, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം എന്നുള്ളതില്ല. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്ക് AC വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇവിടെ ആൾക്കാർക്ക് മാത്രം AC കിട്ടുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ലൈറ്റ്സിന്റെ കൺട്രോൾസ് ഈ മുകളിൽ തന്നെയാണ് വരുന്നത്. രണ്ടുപേർക്കും ഇരിക്കുന്ന ഈ രണ്ടുപേർക്കും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, ഈ വാഹനത്തിന് 2 വാറണ്ടീസ് ഉണ്ട്. അതായത് ബോഡിക്കാണെന്നുണ്ടെങ്കിൽ മാർക്കോപോളോ ബോഡിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബ്രസീലിയൻ ബോഡിയാണ് മാർക്കോപോളോ ബോഡി. ഈ വാഹനത്തിന്റെ ബോഡിക്ക് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 3 വർഷം വാറണ്ടി ടാറ്റ നൽകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു 4 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ ആണ് എൻജിൻ, ഹൗസിംഗ്, പിന്നെ അതുപോലെ തന്നെ ഗിയർ ബോക്സ്. എൻജിൻ, ഹൗസിംഗ്, ഗിയർ ബോക്സ് ഈ മൂന്നിനും കൂടെ നമുക്ക് 4 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ ടാറ്റ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും വളരെ അടിപൊളിയായിട്ട് കസ്റ്റമറിന് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വാറണ്ടിയാണ് ടാറ്റ ഈ വാഹനങ്ങൾക്ക് നൽകുന്നത്. സോ പേഴ്സണലി എനിക്ക് ഈ വാഹനം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഞാൻ ദ മോസ്റ്റ് റെക്കമെൻഡബിൾ വെഹിക്കിളാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ്. ചാനൽ സബ് ചെയ്യാത്തുള്ള ആൾക്കാർ ഇനിയും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലോ അത് ദയവ് ചെയ്ത് അനുകൂലിക്കുന്നതാവട്ടെ വിമർശിക്കുന്നതാവട്ടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.